തൻ്റെ നിത്യജീവിതത്തിൽ തന്നോളം പോകുന്ന വ്യക്തികൾ തന്നെ നേരിടാൻ വരുമ്പോൾ, തന്നോളം പോകുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ തൻ്റെ ചിന്താഗതിയോടും തൻ്റെ കാഴ്ചപ്പാടുകളോടുമൊക്കെ ഏകദേശം തുല്യതയിൽ നിൽക്കുന്ന വ്യക്തികൾ, അവർ തന്നെ നേരിടാൻ വരുമ്പോൾ അവർക്കെതിരെ ഒരു ദർപ്പണമായി പ്രവർത്തിച്ചുകൊണ്ട് മറുപടി നൽകി ആ കർമ്മത്തെ തൻ്റെ നിത്യജീവിതത്തിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ജയേട്ടൻ. ആത്മാവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് മിററിംഗ് എന്ന് പറയുന്നത്. മിറർ എന്ന് പറഞ്ഞാൽ കണ്ണാടി അഥവാ ദർപ്പണം. എന്താണ് ഈ കണ്ണാടിയുടെ പ്രത്യേകത? നമ്മളിലെ ഭാവം എന്താണോ അത് ആ കണ്ണാടിയിൽ പ്രതിഫലിപ്പിച്ച് കാണിക്കും. നമ്മളിൽ സന്തോഷഭാവമാണ് ഉള്ളതെങ്കിൽ ആ കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ എന്തായിരിക്കും? ആ സന്തോഷഭാവമായിരിക്കും. നമ്മളിൽ ദുഃഖഭാവമാണുള്ളതെങ്കിൽ, നമ്മൾ കരഞ്ഞുകൊണ്ടാണ് കണ്ണാടിയിൽ നോക്കുന്നതെങ്കിൽ ആ കരഞ്ഞുകൊണ്ടുള്ള പ്രതിബിംബത്തെ ആ കണ്ണാടിയിൽ കാണാൻ പറ്റും. നമ്മളിൽ ദേഷ്യമാണുള്ളതെങ്കിൽ കണ്ണാടി നോക്കുമ്പോൾ ആ ദേഷ്യത്തോടു കൂടിയുള്ള നമ്മളെ നമുക്ക് കാണാൻ പറ്റും. നമ്മളിലെ ഭാവം എന്താണോ അതേ ഭാവത്തിൽ മറുപടി കൊടുത്തുകൊണ്ട്, അതായത് ഒരു മിററിനെ പോലെ പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് മറുപടി നൽകുക. എങ്ങനെയുള്ള വ്യക്തികൾക്ക്? തന്നോളം പോകുന്ന വ്യക്തികൾക്ക്, തന്നേക്കാൾ താഴ്ന്നവർക്കല്ല. അതായത് അസൂയ, കുശുമ്പ്, പക, വിദ്വേഷം, മത്സരബുദ്ധി തുടങ്ങിയ ദുർഗുണങ്ങളുള്ള ആളുകൾ. ഇങ്ങനെയുള്ള ആളുകൾ ഭൗതിക മനസ്സിന് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളാണ്. ഇങ്ങനെയുള്ള വ്യക്തികളെയും ജയേട്ടന് തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ ഡീൽ ചെയ്തിരുന്ന രീതി വേറെ. അത് എങ്ങനെയാണെന്നുള്ളത് അടുത്ത ഭാഗത്തിൽ പറയാം. അപ്പോൾ ഇവിടെ തൻ്റെ ചിന്താഗതിയോടും കാഴ്ചപ്പാടുകളോടുമൊക്കെ ഏകദേശം തുല്യതയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു മിററായി പ്രവർത്തിച്ചുകൊണ്ട് മറുപടി നൽകി അവരുമായി സൗഹൃദം സ്ഥാപിച്ച് ആ കർമ്മത്തെ അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക എന്നുള്ള ആത്മാവിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം മിററിങ്. അത് ജയേട്ടൻ തൻ്റെ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുള്ള 2 സന്ദർഭങ്ങൾ പറയാം. ഒന്ന്, MGRുമായി അദ്ദേഹത്തിന് ഒരു വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട്. അതായത് ജയേട്ടൻ മനസ്സാവാച അറിയാത്തൊരു കാര്യം, അദ്ദേഹം ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് MGRന്റെ ഗുണ്ടകൾ ഭീഷണിയുമായി അദ്ദേഹത്തിന് മുൻപിൽ വന്നപ്പോൾ, നീ ആ കാര്യത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ നിനക്ക് മദ്രാസിൽ കാലുകുത്താൻ പറ്റില്ല, അതിന് ഞങ്ങൾ അനുവദിക്കില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കാര്യത്തിൽ നിന്ന് പിന്മാറിക്കോ എന്ന് ഭീഷണി മുഴക്കിയപ്പോൾ ജയേട്ടൻ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ അവിടെ അദ്ദേഹം മറുപടി കൊടുത്തത്, എന്നാൽ അതൊന്ന് കാണണമല്ലോ, അടുത്ത മാസം ഞാൻ ആ കാര്യം അങ്ങ് ചെയ്യും സിംഗപ്പൂർ വെച്ചിട്ട്, നിങ്ങളുടെ MGRന് എന്താണ് ചെയ്യാൻ സാധിക്കുക അത് വന്ന് ചെയ്യാൻ പറ, ഞാൻ എന്തായാലും അത് ചെയ്യും എന്ന് അതേ ഭാവത്തിലാണ് അവർക്ക് അദ്ദേഹം മറുപടി കൊടുത്തത്. പിന്നീട് MGRുമായിട്ട് അദ്ദേഹത്തിന് സൗഹൃദമാണ് അവിടെ ഉണ്ടായത്. അതായത് നസീർ സാറും ജോസ് പ്രകാശ് സാറും ഈ പ്രശ്നം അറിഞ്ഞിട്ട് അവർ MGRനെ കണ്ട് സംസാരിച്ചു, ജയൻ അങ്ങനെയുള്ള ഒരാളല്ല, നിങ്ങൾ ഗുണ്ടകളെ അയച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അതേ ഭാവത്തിൽ അദ്ദേഹം നിങ്ങൾക്ക് മറുപടി നൽകി, അതാണ് ജയൻ ചെയ്തത്, അല്ലാതെ ജയൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല, നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞപ്പോൾ MGRന് ജയേട്ടനോട് ബഹുമാനവും സ്നേഹവും തോന്നി. അങ്ങനെ അവിടെ ഒരു സൗഹൃദമാണ് സ്ഥാപിക്കപ്പെട്ടത്. പിന്നീട് ജയേട്ടൻ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് MGRാണ്. അത് ജയേട്ടൻ്റെ ആത്മബന്ധുവായതുകൊണ്ടാണ്. അതുപോലെ തന്നെ നസീർ സാറ് അതിന് വേണ്ടിയിട്ടുള്ള ചിലവുകൾ, നാട്ടിലേക്ക് ആ ഡെഡ് ബോഡി എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചിലവുകളെല്ലാം വഹിച്ചത് നസീർ സാറാണ്. അപ്പം MGRും നസീർ സാറും ജയേട്ടൻ്റെ ആത്മബന്ധുക്കളാണ്. ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ് MGR അദ്ദേഹത്തെ കൊന്നു അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഉള്ളർത്ഥങ്ങൾ അറിയാത്ത ആളുകളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഈ മിററിംഗ് എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഒരു ഗുണമാണ്. അത് പൂർവ്വജന്മങ്ങളായി ആത്മാവ് അനുഭവങ്ങളിലൂടെ നേടിയെടുത്ത ഒരു ഗുണമാണ് മിററിംഗ്. തന്നോളം പോകുന്ന വ്യക്തികളെ ഡീൽ ചെയ്യാൻ വേണ്ടി ആത്മാവ് ഉപയോഗിക്കുന്നതാണത്. തന്നോളം പോകുന്ന വ്യക്തികളെ മിററിങ്ങിലൂടെ ഡീൽ ചെയ്തുകൊണ്ട് സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് ജന്മങ്ങളായിട്ടുള്ള കർമ്മകടത്തെ അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക എന്നുള്ള ആത്മാവിൻ്റെ ഒരു തന്ത്രം, ഒരു ഗുണം, അതാണ് മിററിങ്. അതാണ് അവിടെ ജയേട്ടൻ്റെ ആത്മാവ് ചെയ്തത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ മിററിങ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള 2ാമത്തെ ഒരു സന്ദർഭം പറയാം. ജോസ് പ്രകാശ് സാറിൻ്റെ മകൻ രാജൻ ജോസ് പ്രകാശ് സാറും ജയേട്ടനുമായിട്ട് ഭയങ്കര സൗഹൃദമായിരുന്നു. അപ്പോൾ ഇവർ ലിറ്റിൽ ഷേണായ്സിൽ, എറണാകുളത്തുള്ളൊരു തിയേറ്ററാണ്, അവിടെ സിനിമ കാണാൻ പോയപ്പോൾ അപ്പോൾ രാജൻ ജോസ് പ്രകാശ് സാറ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ ഒരു നേവിക്കാരൻ വന്നിട്ട് പുള്ളിയെ തള്ളി മാറ്റിയിട്ട് ആ സ്ഥാനത്ത് കയറി അങ്ങ് നിന്നു. അപ്പോൾ ജയേട്ടൻ ഇത് കണ്ടു നിൽക്കുക. ജയേട്ടൻ വന്നിട്ട് പുള്ളിയെ പൊക്കിയെടുത്ത് ദൂരത്തോട്ട് എറിഞ്ഞു. പുള്ളി സൈക്കിളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വീണ് പുള്ളി മറിഞ്ഞവിടെ വീണു. അപ്പോൾ അവിടെ എന്താണ് സംഭവം? മിററിംഗ് ആണ്. ഈ വ്യക്തി തൻ്റെ സുഹൃത്തിനെ തള്ളി മാറ്റിയിട്ട് ആ സ്ഥാനത്ത് കയറി നിന്നപ്പോൾ ജയേട്ടൻ എന്താ ചെയ്യുന്നത്? പുള്ളിയെ പൊക്കിയെടുത്ത് അങ്ങോട്ട് എറിഞ്ഞു. അത് മിററിംഗ്. അതായത് ഏത് ഭാവത്തിലാണോ നമ്മളെ ഡീൽ ചെയ്യുന്നത്, നമ്മളോട് ഇടപെടുന്നത്, അതേ ഭാവത്തിൽ അവർക്ക് മറുപടി നൽകിക്കൊണ്ട് ആ കർമ്മത്തെ ഡിലീറ്റ് ചെയ്തു.
പിന്നീട് അവിടെ ഒരു സൗഹൃദമാണ് ഉണ്ടായത്. പിന്നീട് ഈ നേവിക്കാരനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് ജയേട്ടനെയൊക്കെ വിളിച്ചിട്ട് ഒരു വിരുന്ന് സൽക്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് സൗഹൃദത്തിലാണ് ആ ബന്ധം കലാശിച്ചത്. അപ്പോൾ അത് ആത്മാവിൻ്റെ ഒരു തന്ത്രമാണ്. മിററിങ്, അവിടെ മിററിങ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏത് ഭാവത്തിലാണോ ആ വ്യക്തി ഇടപെട്ടത് അതേ ഭാവത്തിൽ ആ വ്യക്തിക്ക് മറുപടി നൽകിക്കൊണ്ട് ആ മിറർ ചെയ്ത് കാണിച്ച് നിങ്ങളിലുള്ള ഭാവം ഇതാ, അതേ ഭാവത്തിൽ ഞാൻ നിങ്ങൾക്ക് മറുപടി തന്നു. അപ്പം എതിരെ നിൽക്കുന്ന വ്യക്തി എന്ത് വിചാരിക്കും? ഇയാൾ സാധാരണക്കാരനല്ല, ഇയാളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നതാണ് നല്ലത്, ഇയാളോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, കാരണം ഡീല് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം, ഇയാളെ എതിർക്കാൻ പറ്റില്ല, അപ്പോൾ അവിടെ സൗഹൃദമാണ് നല്ലത്. സോ ആ കർമ്മത്തെ, ജന്മജന്മാന്തരങ്ങളായുള്ള ആ കർമ്മത്തെ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാണ് മിററിംഗ് വഴി ആത്മാവ് ചെയ്തത്. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഉദാഹരണം. ഈ മനസ്സിനെ, ഭൗതിക മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിക്ക്, അതായത് ആത്മസംയമനം പാലിക്കാൻ കഴിവുള്ള, അതായത് ജയേട്ടനെ സംബന്ധിച്ച് അദ്ദേഹം ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കൃത്യമായിട്ട് വ്യായാമം ചെയ്യുകയും, വ്യായാമം ചെയ്താലുള്ള പ്രത്യേകത എന്താ? ശരീരത്തിന് ഭംഗി കൂട്ടുക എന്നുള്ളത് മാത്രമല്ല, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും, മനസ്സിനെ കടിഞ്ഞാണിടാൻ കഴിയും. അതായത് ആവശ്യമില്ലാത്ത ചിന്തകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അസൂയ, കുശുമ്പ്, പക, വിദ്വേഷം, മത്സര ബുദ്ധിയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനസ്സിനെ കടിഞ്ഞാണിടാൻ സാധിക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക്. അവരിൽ ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആത്മാവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തന്നോട് ഇടപെടാൻ വരുന്ന വ്യക്തികൾ ഏത് സ്ഥിതിയിലുള്ളവരായിരിക്കും, ഏത് സ്വഭാവത്തിലുള്ളവരായിരിക്കും, അവർക്ക് ഏത് രീതിയിൽ മറുപടി നൽകണമെന്നുള്ളത് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഈ വ്യക്തിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ജയേട്ടൻ അവിടെ മിററിംഗ് എന്ന് പറയുന്ന ആ ടെക്നിക്കിലൂടെ ജന്മങ്ങളായുള്ള ആ കർമ്മത്തെ ഡിലീറ്റ് ചെയ്ത് അവിടെ സൗഹൃദം സ്ഥാപിക്കുകയാണ് ചെയ്തത്. ആത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മിററിംഗ്. എത്ര കൃത്യതയോടു കൂടിയാണ് അദ്ദേഹം ആ സന്ദർഭത്തിൽ അത് ഉപയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്ഥിതി ഒന്ന് ആലോചിക്കണം. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന, ആത്മാവ് ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അതിന് സാധിക്കൂ. തന്നോട് ഇടപെടുന്ന വ്യക്തികൾ എത്തരക്കാരാണ്, അവരെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളായിരുന്നു ജയേട്ടൻ. അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അപ്പോൾ അതാണ് തന്നെ എതിർക്കാൻ വരുന്ന, തന്നോളം പോകുന്ന വ്യക്തികൾക്ക് ഒരു മിററായി പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ ഭാവങ്ങൾ തന്നിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ട് മറുപടി നൽകി സൗഹൃദം സ്ഥാപിച്ച് ആ കർമ്മത്തെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ആത്മാവിൻ്റെ ആ കഴിവ്, മിററിങ്, ജയേട്ടൻ്റെ ജീവിതത്തിലെ 2 ഉദാഹരണം അദ്ദേഹം കാണിച്ചു തന്നു. അപ്പോൾ അതാണ് ജയേട്ടൻ. അങ്ങനെയാണ് ജയേട്ടൻ. അങ്ങനെയാണ് അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഭൗതിക മനസ്സിന് അടിമപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളല്ല. അദ്ദേഹത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആത്മാവാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആളുകളാണെങ്കിൽ, അതായത് ആത്മസംയമനത്തോടെ പ്രവർത്തിക്കാൻ കഴിവുള്ള ആളുകളാണെങ്കിൽ, ആത്മാവ് പറയുന്നത് കേൾക്കാൻ, നമ്മുടെ ആത്മാവിനെ അറിയാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ഇടപെടുന്ന വ്യക്തികൾ, അവരുടെ സ്വഭാവത്തെ നമുക്കറിയാൻ സാധിക്കും. അവർക്ക് ഏത് രീതിയിൽ മറുപടി കൊടുക്കണമെന്ന് നമുക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൗതിക മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആത്മാവിനെ അറിഞ്ഞ് നമ്മുടെ ആത്മാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കൂ. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു സിറ്റുവേഷനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ ശരിയായ രീതിയിൽ, അതിന് ആത്മീയമായി ശരിയാണോ തെറ്റാണോ, ഒരു വ്യക്തി നമ്മളോട് എതിർക്കാൻ വരുമ്പോൾ ആ വ്യക്തിയെ ഏത് രീതിയിൽ ഡീൽ ചെയ്യണം, ആ വ്യക്തിയുടെ സ്വഭാവം എന്താണ്, നമ്മുടെ സ്വഭാവത്തോട് യോജിച്ച് നിൽക്കുന്ന വ്യക്തിയാണോ, നമ്മുടെ സ്വഭാവത്തേക്കാൾ നമ്മുടെ ചിന്താഗതിയോടും കാഴ്ചപ്പാടുകളോടും താഴ്ന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുമ്പോഴാണ്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുമ്പോഴാണ് നമ്മളിൽ ആത്മാവ് ഉണർന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ഇവിടെ ജയേട്ടൻ ചെയ്തതുപോലെ ഒരു മിററായിട്ട്, തന്നോളം പോകുന്ന വ്യക്തികൾ തന്നെ എതിരിടാൻ വരുമ്പോൾ ഒരു മിററായിട്ട് നിന്ന് പ്രവർത്തിച്ച് അവരിലുള്ള അതേ ഭാവത്തെ പ്രതിഫലിപ്പിച്ച് കാണിച്ചുകൊണ്ട് അവരുമായി സൗഹൃദം സ്ഥാപിച്ച് ആ കർമ്മത്തെ അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും നമ്മുടെ ഭൗതിക മനസ്സിനെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിവുള്ളവരായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആത്മാവിനെ അറിഞ്ഞ് നമുക്ക് ജീവിക്കാൻ സാധിക്കൂ. അപ്പോൾ എൻ്റെ ജയേട്ടൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചിട്ട്, ചെയ്തു വെച്ചിട്ട് പോയിരിക്കുന്ന ഈ കാര്യങ്ങൾ ഉദാഹരണ സഹിതം വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് സത്യസന്ധമായി ഈ കാര്യങ്ങൾ ഈ ചാനലിലൂടെ അവതരിപ്പിക്കാൻ സാധിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിന് ഈ പ്രപഞ്ചത്തോടും എൻ്റെ ജയേട്ടൻ്റെ ആത്മാവിനോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. എല്ലാവരോടും എല്ലാത്തിനോടും എപ്പോഴും നന്ദി. താങ്ക് യു സോ മച്ച്.